ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് i5 എന്നൊരു കമ്പനിയുടെ സെൻഡാക്കുള്ള മോഡലാണ്. ആക്ച്വലി ഈ സെൻഡാക്ക് നമുക്ക് 3 വേർഷൻസ് ഉണ്ട്. സെൻഡാക്ക് V1 അതായത് ഫസ്റ്റ് വേർഷൻ, V2 സെക്കൻഡ് വേർഷൻ, ഇപ്പോൾ ഒരു V3 വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു ആമസോണിലൊരു സെയിലും കുറച്ച് ഡിസ്കൗണ്ടൊക്കെ വന്ന സമയത്ത് അതിൻ്റെ വേർഷൻ 2 ആണ് വാങ്ങിയിരിക്കുന്നത്. ഇത് i5 സെൻഡാക്ക് 2 എന്നുള്ള മോഡലാണ്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ളൊരു മോഡലാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ഡാക്ക് ചിപ്പ് ബർബ്രൗണിൻ്റെ ഡാക്ക് ചിപ്പാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഇതിൻ്റെ പിറകിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ടുണ്ടാവും. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി, അതായത് നമ്മൾ മൊബൈലിൽ നിന്ന് യൂസ് ചെയ്യുകയാണെങ്കിലും ലാപ്ടോപ്പിൽ നിന്ന് യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു നീറ്റ് അനലോഗ് ഔട്ട്പുട്ട്, അതായത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറാണ് DAC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മ്യൂസിക്കിനെ നമ്മളുടെ അനലോഗ് മ്യൂസിക് ആക്കിയിട്ട് നമ്മൾ ആംപ്ലിഫയറിലോട്ടൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള കുറച്ച് ഡാക്സ് ചിപ്പുകളാണ് ബർബ്രൗൺ, AKM ഡാക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. i5 എന്നുള്ള കമ്പനിയാണ്, ഒരു ചൈനീസ് ബ്രാൻഡാണത്. ഓക്കെ, ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കവർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അകത്ത് ഒന്നുമില്ല, ഒരു വൈറ്റ് ബോക്സാണ് വരുന്നത്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു i5 ബ്രാൻഡ് വരുന്നുണ്ട്. അതേപോലെ ഈ സൈഡിലൊരു i5 ബ്രാൻഡ് എഴുതിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. MQA സെറ്റപ്പ്, ആഫ്റ്റർ സെയിൽസ് റിപ്പോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് i5യുടെ ഒരു സ്റ്റിക്കർ പോലെ. ഇത് പ്രോഡക്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇത് മോയ്സ്ചറൈസ് ലോക്കർ. ഇതാണ് ഡാക്ക്. ഇതാണ് ഡാക്ക്. ഞാൻ വാങ്ങിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇത് മെറ്റലാണ്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. ഇവിടെ ഒരു ഹൈ റെസൊല്യൂഷൻ ഓഡിയോയുടെ ലോഗോ ഉണ്ട്. ഇത് അതിൻ്റെ വോളിയം കൺട്രോളർ. ഇതൊരു ബാസ് ബൂസ്റ്റ്, ട്രൂ ബാസ് എന്നുള്ളവർ പറയുന്നത്. ഇത് പവർ മാച്ച് എന്നുള്ളൊരു സ്വിച്ചാണ്. ഇവിടെ അൺബാലൻസ്ഡ് ഔട്ട്പുട്ടാണ്. ഇത് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഇത് നമ്മൾ ഒരു ഹെഡ്ഫോണും ആമ്പും കൂടി വരുന്നുണ്ട് ഇതിൽ. പിന്നെ ബാക്കിൽ വരുന്നത് ഇവിടെ പവർ. ഇത് നമുക്ക് പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി USB-യിൽ പവർ ചെയ്യും. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഓഡിയോ ക്വാളിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടി സെപ്പറേറ്റ് നമുക്ക് പവർ കൊടുക്കുക എന്നാണ് പറയപ്പെടുന്നത്. USB-B ആണിത്. USB-B ഇൻപുട്ടും പിന്നെ ഇത് RCA ആണ്. ഇവിടെയും ഒരു ഔട്ട്പുട്ട് ബാലൻസ്ഡ്, വേരിയബിൾ, ഫിക്സ്ഡ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് RCA. അപ്പോൾ ഈ RCA ഔട്ട്പുട്ടാണ്. ഇത് നമുക്ക് എടുത്തിട്ട് നമ്മുടെ ആമ്പിലോട്ട് കൊടുക്കാം. ഇനി സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ നോക്കാം. ബേസിക്കലി ഇതാണ് സംഭവം. ഇതിൻ്റെ കൂടെ ഒരു പെട്ടിയും കൂടി ഉണ്ടാകും. എന്താ നോക്കട്ടെ. പവർ സപ്ലൈ ആണോ എന്ന് അറിയില്ല, നോക്കാം. പവർ സപ്ലൈ ഇതിൻ്റെ കൂടെ വരാൻ ചാൻസ് ഇല്ല. പവർ സപ്ലൈ കുറച്ച് കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ പവർ സപ്ലൈ ഇല്ല. ഇതിൽ RCA കണക്ട് ചെയ്യാനുള്ള RCA കേബിൾ വരുന്നുണ്ട്. പിന്നെ USB-A to USB-B കേബിളാണ് വരുന്നത്. പിന്നെ ഇതിലൊരു അഡാപ്റ്ററും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഈ പവർ സപ്ലൈ വേണമെങ്കിൽ നമുക്ക് വേറെ വാങ്ങണം. പക്ഷേ പവർ സപ്ലൈയുടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് USB പവേർഡ് ആണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് USB കണക്ട് ചെയ്ത് ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഇത് പവേർഡ് ആയിക്കോളും. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഓഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ പവർ വേണമെന്നുള്ളവരാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ യൂസ് ചെയ്യാം. ഇത് 5 വോട്ടാണ് ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത്. ഇത്രയാണ് ഈ പ്രോഡക്റ്റ്. ഇനി നമുക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.